ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ളൊരു ബീഫ് കറിയാണ്. അതെങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ബീഫ് കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു 300 ഗ്രാം ബീഫാണ് ഞാൻ എടുത്ത് വച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ, സവാള, 2-3 വലിയ സവാളയും ഒരു തക്കാളിയും കറിവേപ്പിലയും അരിഞ്ഞു വച്ചിരിക്കുന്നു. പേസ്റ്റിന് വേണ്ടി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയൊരു പീസ്, 2-3 ചുവന്നുള്ളി, ഇത്രയുമാണ് ചതക്കാൻ വെച്ചിരിക്കുന്നത്. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാലപ്പൊടി 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 നുള്ള്, മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇനി അതിൻ്റെ കൂടെ തന്നെ മീറ്റ് മസാലയും 2 ടേബിൾ സ്പൂൺ ചേർക്കേണ്ടതാണ്. ഒരു കുക്കർ അടുപ്പ് കത്തിച്ചതിന് ശേഷം ബീഫ് ഇട്ട് കൊടുക്കാം. കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം പൊടികൾ എടുത്തു വെച്ച പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ഉപ്പും ചേർത്താണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിൽ സവാള, കറിവേപ്പില, ഒരു പച്ചമുളക്, തക്കാളി എല്ലാം ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലവണ്ണം കൈ വെച്ച് തന്നെ ഒന്ന് ഞെവടി ഇഞ്ചി ചതച്ച് വച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി കൈ വെച്ച് നല്ലവണ്ണം ഞെവടി എടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് 4-5 വിസിൽ വന്നവരെ ഇട്ട് വേവിക്കണം. ബാക്കി വെള്ളം ഇറച്ചിയിൽ നിന്ന് വന്നോളൂ. 6 വിസിൽ വന്ന ശേഷമാണ് ഞാൻ അടുപ്പ് അണച്ചത്. കുക്കറിൻ്റെ ഇതും ഇറച്ചിയുടെ ഇതും അനുസരിച്ചാണ് വിസിൽ നമ്മൾ ഇടേണ്ടത്. ഇതൊരു 6 വിസിലായപ്പോഴേക്കും നല്ലവണ്ണം വെന്ത് കാണും. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യും. എണ്ണ നല്ല ചൂടായി വരുമ്പോൾ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. 2 ഉലുവ ഇട്ട് കൊടുക്കാം. ഇഞ്ചി പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി, 2 ഉണക്കമുളക്, ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തത്. ഞാൻ മസാല ചെയ്തപ്പോഴും സവാള നല്ലപോലെ ഇട്ടിട്ടുണ്ട്. കറിവേപ്പില, നല്ലവണ്ണം ഇളക്കി കുറച്ച് വെച്ച് നല്ലവണ്ണം ഇളക്കി കൊടുക്കും. മസാലയിലും ഞാൻ തക്കാളി ഇട്ടിട്ടുണ്ട്. ഇതിൽ ചെറിയ തക്കാളി ഞാൻ ഇതിലും ഇട്ട് കൊടുക്കുന്നു. നല്ലവണ്ണം സവാള നല്ല ഫ്രൈ ആവുന്നത് വരെ വഴറ്റി കൊടുക്കും. 6 വിസിലായതിനു ശേഷം വിസിലെല്ലാം പോയതിനു ശേഷം കുക്കർ തുറന്ന് നോക്കാം. കുക്കർ ആറ് വിസിലിട്ടുകൊണ്ട് ഇറച്ചി നല്ല വെന്ത് കാണും. നല്ല വെന്തിട്ടുണ്ട്. ഇനി ഇത് നല്ല വരുന്നവരെ നല്ലവണ്ണം വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഓൾറെഡി കറിയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നാലും കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഇട്ട എണ്ണ മുകളിൽ വരുന്നത് വരെ ഒന്ന് നല്ല തീ കുറച്ച് വെച്ച് വേണം വഴറ്റി കൊടുക്കാൻ.
ഏകദേശം ഒരു 15 മിനിറ്റ് നല്ലപോലെ മൂപ്പിച്ച ശേഷം എണ്ണ മുകളിൽ തെളിഞ്ഞു വന്നതിന് നമുക്ക് മീറ്റ് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുക്കണം. ഞാൻ ഓൾറെഡി മസാലയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇച്ചിരി മുളക് പൊടി, കുറച്ചിട്ടാൽ മതി. അതിൽ കറി വെച്ചപ്പോഴും ഞാൻ ഇട്ടിട്ടുണ്ട്. കുറച്ച് മല്ലിപ്പൊടി, ഇത്രയും ഇട്ട് കൊടുത്ത് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കാം. പൊടികളുടെ പച്ചമുളക് മാറുന്നത് വരെ നല്ലവണ്ണം മൂപ്പിച്ചെടുക്കാം. നല്ലവണ്ണം മൂത്ത് വന്നതിന് ശേഷം ചാറോടുകൂടി തന്നെ ഇളങ്ങിട്ട് കൊടുക്കും. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് നേരം അടച്ചു വെക്കാം. ഈ ചാറാണ് കറിക്ക് നല്ല ഒരു ടേസ്റ്റ് വരുന്നത്. അത് കുറച്ച് നേരം കൂടി ഒരു 10-15 മിനിറ്റ് നല്ലപോലെ വറ്റിച്ച് കഴിയുമ്പോൾ നല്ല മണവും എണ്ണ മൊത്തം തെളിഞ്ഞും വരും. പതിനഞ്ച് മിനിറ്റ് ഇത് തിളച്ച് കഴിയുമ്പോൾ ആ ഗ്രേവിയുടെ ടേസ്റ്റ് എല്ലാം ബീഫിലോട്ട് പിടിക്കും. കുറച്ച് നേരം കൂടി ഇങ്ങനെ ഇട്ടതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ചാറ് കൂടുതൽ വേണമെങ്കിൽ വെള്ളം ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ കുരുമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഞാനൊരു നുള്ളു ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല കുറുകിയ ചാറോടുകൂടി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബീഫ് കറി ഇവിടെ റെഡി ആകുന്നുണ്ട്. ഇപ്പം നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല മണവും നല്ലൊരു ടേസ്റ്റും ഒക്കെയാണ്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ശേഷം നമുക്ക് അടുപ്പാണ് വെക്കാവുന്നതാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഒരു കുപ്പിയുടെ ഈ മൂടിയിലെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചത്. ഇത് ചപ്പാത്തിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെയും പറോട്ടയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ല കറിയാണിത്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബീഫ് കറി. ഉപ്പും എരിവും എല്ലാം നല്ല കറക്റ്റായിട്ടുണ്ട്. 2 മിനിറ്റും കൂടെ അടച്ചു വെച്ചതിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്യാം. ഇവിടെ അടുപ്പ് അണച്ച് എടുക്കാം. നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് അണച്ചതിന് ശേഷം നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇറച്ചി ഇതേ അളവിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നല്ല കറി കിട്ടും. വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ആ ഇറച്ചിയിൽ കിടന്ന് നല്ല വെന്തതിന് ശേഷമാണ് നല്ല മണവും ചൊവ്വയൊക്കെ വരുന്നത്. ഒരു ഉപ്പോ എരിവോ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചേർത്ത് ഇതാക്കാവുന്നതാണ്. വെളിച്ചെണ്ണയും ചേർത്ത് ഉണ്ടാക്കി ഇരിക്കുന്നത് ഏതിൻ്റെ കൂടെയും നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം. ഇനി നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ. ഇതെല്ലാവരും കഴിച്ചു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂട്ടുകാർക്കെല്ലാം ഒരു ലൈക്കും ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തും കൊടുക്കണേ. ഇനിയൊരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ.